ഭൂമിയുടെ ഘടന മനസ്സിലാക്കി ദീർഘവീക്ഷണത്തോടെ റോഡ് നിർമ്മാണത്തിനായി പുതിയ സാങ്കേതികവിദ്യയായ ജിയോ ടെക്സ്റ്റൈൽ ജിയോസെൽ സർക്കാർ തിരഞ്ഞെടുക്കുകയായിരുന്നു. അഷ്ടമുടി കായൽ തീരത്തിലായതിനാൽ റോഡ് തകരാനും ഇരുത്താനും സാധ്യത മുന്നിൽ കണ്ടാണ് പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചത്. സാധാരണ കായലിൻ്റെ സൈഡിലുള്ള വെള്ളം കൂടുതലുള്ള ഏരിയയിൽ ഇടുന്ന പുതിയൊരു മെത്തേഡാണ് ജിയോസെൽ എന്ന് പറയുന്നത്. ആ ജിയോസെൽ ഇടുന്നതിന് മുമ്പായിട്ട് അതിന് ജിയോ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പോൾ ഈ വിരിച്ചിട്ടിരിക്കുന്ന വൈറ്റ് കളറുള്ള സാധനം. അത് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ ജിയോസെൽ ഇടും. ജിയോസെൽ ഇട്ട ശേഷം ഈ കാണുന്ന ഗ്യാപ്പിനകത്തൊരു GSP നിറയ്ക്കുക. GSP നിറച്ചതിന് ശേഷം അതിന് മുകളിൽ ഒരു ലെയറും കൂടെ GSP വരുന്നുണ്ട്. അതിന് ശേഷം അതിന് മുകളിൽ WM എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ വരുന്നുണ്ട്. അതിനേക്കാളും കുറച്ച് വ്യത്യാസമുള്ള മെറ്റീരിയലാണ്. അതിന് മുകളിൽ വരും. അതിന് ശേഷം അതിന് മുകളിൽ DGBM വരും. അത് കഴിഞ്ഞ് BC വരും. അതിനനുസരിച്ച് സൈഡിലെല്ലാം ഡ്രെയിനേജ് സൈഡിലെല്ലാം ആൻഡ്രയിൽ വരും. അതിന് മുകളിൽ ടൈൽസും വരുന്നുണ്ട്. ബോത്ത് സൈഡ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 15.9 മീറ്റർ വിഡ്ത്തിലാണ് നമ്മൾ ജിയോസെൽ ഇടുന്നത്. അത് കഴിഞ്ഞ് ബാലൻസ് ഉള്ള ഭാഗത്ത് നമ്മൾ GSPയും വരും, WM വരും. ഈ മാസം 1 മുതൽ റോഡ് നവീകരണം തുടങ്ങി. PWD റോഡ്സിനാണ് നവീകരണ ചുമതല. 10 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. മാർച്ച് അവസാനത്തോടെ ലിങ്ക് റോഡ് പൂർണ്ണമായി തുറന്നു നൽകാനാകുമെന്ന് PWD അധികൃതർ അറിയിച്ചു. അഷ്ടമുടി കായലിൻ്റെ 500 മീറ്ററോളം വരുന്ന ഭാഗത്താണ് ഈ പറഞ്ഞ ജിയോസെൽ, ജിയോ ടെക്സ്റ്റൈൽ എന്നീ ആധുനിക സോയിൽ സ്റ്റെബിലൈസേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് റോഡ് നവീകരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗത്ത് BM BC പ്രവൃത്തികളാണ് ചെയ്യുന്നത്. ബാക്കി 400 മീറ്റർ ഭാഗത്ത് അതിൽ KSRTC ബസ് സ്റ്റാൻഡ് മുതൽ കച്ചേരി ജംഗ്ഷൻ വരെയും ലിങ്ക് റോഡിൻ്റെ ഭാഗത്തും BM പ്രവൃത്തികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. യൂട്ടിലിറ്റി ഡക്റ്റ്, ഡ്രെയിന്, ഫുട്പാത്ത് തുടങ്ങിയവയും ഈ റോഡിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ വർഷം മാർച്ച് 31-ന് മുമ്പ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ പ്രവൃത്തി പുരോഗമിക്കുന്നത്. ഇത് നഗരത്തിലെ മോഡൽ റോഡായി വികസിപ്പിക്കാനാണ് വകുപ്പിൻ്റെ ഉദ്ദേശം. അതേസമയം കൊല്ലം ആശ്രാമം ലിങ്ക് റോഡിന്റെ അഷ്ടമുടിക്കായലിലൂടെ നിർമ്മിച്ച ഫ്ലൈ ഓവർ മാർച്ചിൽ തുറക്കും. അഷ്ടമുടിക്കായലിലൂടെ 11.1 മീറ്റർ വീതിയിലും 1004 മീറ്റർ നീളത്തിലും 108 കോടി രൂപ നിലവിൽ ഫ്ലൈ ഓവർ നിർമ്മിച്ചിരുന്നു. കായലിൽ നിർമ്മിച്ച 39 സ്പാനുകൾക്ക് മുകളിലാണ് ഫ്ലൈ ഓവർ. ടൂറിസം വികസനത്തിനും പദ്ധതി വഴിയൊരുക്കും. അഷ്ടമുടി കായലിൻ്റെ തീരത്താണ് നമ്മുടെ ഇപ്പോൾ ഈ നിർമ്മാണം നടക്കുന്ന റോഡ്. ഇതിൻ്റെ മണ്ണിൻ്റെ ഘടന അത് പഠിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ജിയോ ടെക്സ്റ്റൈലും അതുപോലെ ജിയോസെൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ സാങ്കേതികവിദ്യയിൽ കേരളത്തിലെ 2ാമത്തെ റോഡാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. മാർച്ച് മാസത്തിൽ ഇതിൻ്റെ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.